മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം പൊങ്ങി വന്ന ആരോപണം, ഭാര്യ ആരോപണം ഉന്നയിച്ചു. പിന്നീട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തീർത്തു, അവരുടെ ഫാമിലി ഇഷ്യൂ ആണത് എന്നുള്ള രീതിയിൽ അവരത് തീർത്തു. ഇനി അതിന്റെ പേരിൽ വിഷയങ്ങളൊന്നും വേണ്ട എന്ന് ഭാര്യ പറയുകയും ചെയ്തു. പക്ഷേ അതായത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെ വീണ്ടും മുന്നോട്ട് വെച്ചുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെ സമരം നടത്തുകയാണ്. അതായത് ബസ്സിനുള്ളിൽ കയറിയിട്ടും മറ്റേ കോഴി എന്നുള്ള പോസ്റ്ററൊക്കെ ബസ്സിൽ പതിപ്പിച്ചിട്ടൊക്കെയുള്ള സമരങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഈ ഗണേഷ് കുമാറിനെ കുറച്ചങ്ങോട്ട് വിമർശിച്ചിരുന്നു. എനിക്ക് അന്നേരം തോന്നിയ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ 2 കാലേ മന്തുള്ളവൻ 1 കാലേ മന്തുള്ളവനെ കുറ്റം പറയാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതേപോലൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും, അല്ലെ അതിന്റെ മറ പറ്റി, അല്ലെ അതും പിടിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താണ് അർഹത ഇങ്ങനെ ഒരു പോസ്റ്റർ പതിപ്പിക്കാനും? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പോസ്റ്റർ എവിടെയൊക്കെ പതിപ്പിക്കണമായിരുന്നു ശരിക്കും? യൂത്ത് കോൺഗ്രസ്സുകാർ ഇതൊരു സെലക്ടീവ് സമരമാണ്. ഇത് വലിയ കാര്യമുള്ള സമരമൊന്നുമല്ല. കാര്യം ഇത് ഞാൻ ഇതിനകത്ത് ചോദിക്കേണ്ട, പരാതിക്കാരില്ല. ഈ കേസിൽ പരാതിക്കാരെന്ന് പറയുന്ന ആൾക്കാരേ ഇല്ല. ഇയാള് ജാമ്യത്തിലല്ല, ഗണേഷ് കുമാർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല, ജാമ്യത്തിലല്ല, ലംഘിച്ചിട്ടില്ല, ഒളിവിലുമല്ല. ഇപ്പോഴും നിലവിൽ കഴിഞ്ഞ ദിവസവും അദ്ദേഹം KSRTCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അല്ലാതെ അദ്ദേഹം ഇപ്പോഴും KSRTC വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന ഒരാളാണ്. കോഴിയുടെ പടം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇതല്ലാതെ എത്ര ബലാത്സംഗ കേസുകൾ അറിയാം, എത്ര കേസുകളുണ്ട്. അതായത് നമ്മുടെ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിക്കെതിരായി നിലവിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കോടതിയിൽ നിലവിൽ പീഡനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്ര കേസുകളുണ്ട് പറയട്ടെ. യൂത്ത് കോൺഗ്രസ് എണ്ണി പറയട്ടെ. എണ്ണി കൃത്യമായി കണക്ക് പുറത്തു വിടണം, കേസ് നമ്പർ ഉൾപ്പെടെ പുറത്തു വിടണം. ഉണ്ടോ? എൻ്റെ അറിവിലില്ല, ഇതുവരെ നിലവിൽ കേസുകളില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറയുന്ന വേറൊരു നേതാവാണ് മുകേഷ്. മുകേഷിനെതിരെ എത്ര കേസുകളിലുണ്ട്? മുകേഷിനെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്ന ആള് ജയിലിൽ കയറിയായിരുന്നു. പിന്നെ ആ സ്ത്രീ പിന്നീട് ഇതുപോലെ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടനെതിരായി പരാതി ഉയർത്തുകയും അതിന് ബാലചന്ദ്ര മേനോൻ തിരിച്ചുകൊണ്ട് കേസ് കൊടുക്കുകയും അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസിൽ അവർ അകത്തായിരുന്നു. ആ കേസിന് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് അടുത്ത കേസ് അവരുടെ പേര് വരുന്നത്, പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ചെന്നൈ കൊണ്ടുവന്ന് പലർക്കും പ്രൊഡ്യൂസർമാർക്ക് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയ കേസ് ആ നടിക്കെതിരെ വന്നു. അപ്പോഴും നടൻ മുകേഷ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒന്നാമത് സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു തോന്നിയാസമാണ്. പല ആവർത്തി പലരുടെ അടുക്കൽ നിന്ന് പണം ചോദിച്ചിട്ടുണ്ട് ഈ നടി എന്നൊക്കെ പറയാണ്ട് പിന്നെ അവർക്കെതിരെ കേസ് വരുന്ന നമ്മൾ കണ്ടത്. എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോഴും MLA ആണ് പെരുമ്പാവൂരിൽ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിൻസെന്റ് ഇപ്പോഴും നിലവിൽ MLA ആണ്. നമ്മള് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശരിക്കും അതിനകത്തുള്ള പിന്നെ തീവ്രത എന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന PK ശശി പവാറുടെ കൂട്ടത്തിലാണ് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം. PK ശശി പവാറുടെ കൂട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അതും അവരുടെ കയ്യിലോട്ടാ പോയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന, നമ്മളിവിടെ താരതമ്യം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തിന് രാജിവെക്കണം അത്രേ. എന്ത് കിഴങ്ങിനാണ് രാജിവെക്കേണ്ടത്? ഗണേഷ് കുമാർ അവിടെ രാജിവെക്കേണ്ട ആവശ്യം എന്തോ ശരിക്കും പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന്. കാര്യം അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇട്ടിട്ടില്ല, ഒരു പരാതി നിലവിലില്ല, കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒരു കേസില്ല. സ്വന്തം ഭാര്യയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഭാര്യ കോംപ്രമൈസ് ആക്കി. ഭാര്യ കോംപ്രമൈസ് ചെയ്താൽ പിന്നെ എന്ത് കുടുംബ പ്രശ്നമുള്ളത്? കുടുംബ പ്രശ്നം സോൾവ് ചെയ്യുന്ന കുടുംബ കോടതിയിലാണ്, അല്ല സിവിൽ കോടതിയിലും ക്രിമിനൽ കോടതിയിലും അല്ല. ക്രിമിനൽ കോടതിയിൽ പിന്നെ വേറെ കേസുകളാണ് ക്രിമിനൽ കോടതിയിലേക്ക് പോകുന്നത്. ഇത് ഒരു ഗാർഹിക പീഡന കേസ് പോലും ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടില്ല. നിലവിൽ ഒരു കോടതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കോടതിയിലും ഇയാൾക്കെതിരെ കേസുമില്ല, ഒരു സ്റ്റേഷനിലും കേസില്ല ഗണേഷ് കുമാറിനെതിരെ. പിന്നെ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? ഇപ്പൊ എന്താ ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമുണ്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞിട്ട് കോഴിയുടെ പടം വെച്ചിട്ട്, ശരിക്കും കോഴിയുടെ പടം വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തലയ്ക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല വെക്കണം. അത് കറക്റ്റ്, അത് ആപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ. അതിനെ മറയ്ക്കാൻ വേണ്ടിട്ടാണോ ഇത്? വെള്ളഭൂഷണം. കാര്യം എന്താ? ഒരു പെണ്ണ് കേസ് വീണ് കിട്ടിയല്ലോ ആർക്കെതിരെ? രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് കേസ് കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് കേസ് LDF-നകത്ത് വീണല്ലോ. അത് KB ഗണേഷ് കുമാറാണ്. അപ്പൊ അതിനെ പരമാവധി കത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇവിടെ LDF-കാരോ അല്ലെങ്കിൽ DYFI-കാരോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ടായിരുന്നു.
ഇപ്പോഴത്തെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കേസായി ആർക്ക്? രാഹുലിനെതിരെ. പാതിരാത്രി ഇവൻ എന്തിനാ വീണ്ടും പരാതിക്കാരിയെ വിളിച്ചത്? പിന്നെ വാട്സാപ്പിൽ വീണ്ടും കോൾ ചെയ്ത് എന്തിനാ? ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അതറിഞ്ഞു. ആ കൊണ്ടത് കോള് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വിളിച്ചിട്ടുണ്ട്, അബദ്ധം പറ്റി കൈ തട്ടി വന്നതാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാൽ അല്ല, അങ്ങനെയല്ല, വിളിച്ചത് തന്നെയാണ് എന്ന് തെളിഞ്ഞു. അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ മിസ് കോൾ അല്ലേ ആവുള്ളൂ. മിസ് കോൾ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല, ഇത്ര ഡ്യൂറേഷൻ അതിന് കാണിക്കുമല്ലോ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന ഇത്രയും വലിയ കോഴിയെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നിട്ട് കോഴിത്തമ്പുരാനെ കൂടെ കൊണ്ട് നടക്കുക. അല്ലെ, ഏറ്റവും വലിയ കാട്ടുകോഴിയുണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ കാട്ടുകോഴിക്കെതിരെ നടപടി എടുക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോഴും ആ കാട്ടുകോഴിയെ വെള്ളം പൂശാൻ വേണ്ടി നടക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം പിന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുണ്ട്, വലിയ വീർവാണം അടിക്കുന്നുണ്ട്. ചെകുത്താൻ വേദമോതുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചെകുത്താൻ വേദമോതുക അതുപോലെയാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നമുക്ക് ഷൈൻ ചെയ്യുന്നുണ്ട്. നെറ്റിക്ക് ചുവന്ന ഉറിയൊക്കെ ഇട്ടുണ്ട്. നാണമുണ്ട് സത്യം പറഞ്ഞു. ഇവരുടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്മാർക്ക് ആരും ഇവരുടെ ആരെയും പെങ്ങളെ എന്താ യൂത്ത് കോൺഗ്രസിനകത്ത് കൊണ്ടുവരാത്തത്? പേടിയാ ഇവരെ യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നെ പേടിയാ. സിമി റോസ്ബെൽ എന്നും പറഞ്ഞൊരു വനിതാ നേതാവ് കോൺഗ്രസ് വിട്ടു പോയായിരുന്നു. അന്ന് ഈ പറയുന്ന വലിയ കോഴികളുടെ വരെ ഗുണവധികാരം എല്ലാവരോടും പറഞ്ഞിട്ടാണ് പിന്നീട് ഈ സിമി റോസ്ബെല്ല് പാർട്ടി വിട്ടു പോയത്. ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാര്യ കൂടിയാണ് ഈ സിമി റോസ്ബെല്ല്. പവർ ഗ്രൂപ്പ് ഉണ്ട്. അതിന് പവർ ഗ്രൂപ്പിനും ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാന്ന് തോന്നുന്നു അവർ വന്ന് ഈ തരത്തിൽ പറഞ്ഞിട്ട് പോയത്. അപ്പം ഇതിനകത്ത് കംപ്ലീറ്റ് ഒരു കോഴിക്കൂടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നവര് കോൺഗ്രസ്. അല്ലെ, കോൺഗ്രസ് കോഴിക്കൂട് നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് അവരിപ്പോ പിന്നെ ഒരു കോഴിയുടെ പടം വെച്ചിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞ ഈ ഒരു കോഴിയുടെ പടവും കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരുടെ പടം വെച്ചാലും തെറ്റ് വരുത്തില്ല. കാര്യം എല്ലാം അങ്ങനത്തെ ആൾക്കാരാ. അപ്പം ഈ പിന്നെ സ്വന്തമായിട്ടൊരു കോഴി ഉണ്ട് അവിടെ, നല്ല ഒന്നാന്തരം ഒരു കോഴിയുണ്ട്. ആ കോഴിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇവര് ഈ ഗണേഷ് കുമാറിനെ ആക്രമിക്കാൻ നടക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു വനിതാ നേതാക്കന്മാർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ നാക്ക് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ആ നാക്കഴിഞ്ഞ് കളഞ്ഞ ടീമുകളാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ. സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എപ്പോഴെങ്കിലും ഒരു സംരക്ഷണം ഒരുക്കി കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇവരുടെ വലിയ തലമുതിർന്ന AICC നേതാവാണ്, AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നിമിഷങ്ങൾക്ക് അവർക്ക് വലിച്ചു മുങ്ങേണ്ടി വന്നു. എന്താ കാരണം? ആര് കാരണമാണ്? ഈ പിന്നെ കോഴിയുടെ പടം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴിക്കൂട്ടങ്ങൾ കാരണമാണ് അവർക്കും അത് മുക്കിക്കളയേണ്ടി വന്നത്. ബിന്ദു കൃഷ്ണ കാമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. വലിയ വനിതാ നേതാവാണല്ലോ, ഒരു അക്ഷരം മിണ്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉമാ തോമസ് പിന്നെ ഒരു പ്രതികരണം എഴുതിയതേ ഉള്ളൂ വലിയ കോഴിക്ക് വേണ്ടിയിട്ട്. എതിരെ ഒരു പ്രതികരണം കൊണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പറഞ്ഞ് ഈ കളവി അങ്ങ് എത്താൻ മതിയായിരുന്നു. അങ്ങനെ പറയുന്ന KK രമയെ പോലുള്ള വിപ്ലവകാരിയുടെ ഭാര്യയായിട്ടിരിക്കുന്ന KK രമ എന്ന് പറയുന്നൊരു നേതാവ് MLA വടകര, അവർക്ക് വാതുറക്കാൻ പറ്റിയിട്ടില്ല. നാണമില്ലാതെ അവര് പിന്നെ SUCയുടെ വേദി പോയിരുന്നുണ്ട്, ഈ പറയുന്ന കോഴിയുടെ കൂടെ ഇരുന്നിട്ട് വേദി പങ്കിട്ടു. അപ്പം ഇത്രയും വലിയ കോഴിയെ വെള്ള പൂശാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈറ്റ് വാഷിനകത്ത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വെറും പ്രഹസനമാണ് ഈ സമരങ്ങള്. കഴിഞ്ഞ 10 വർഷക്കാലം യൂത്ത് കോൺഗ്രസ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞങ്ങള് വീണ ജോർജിനെതിരെ സമരം ചെയ്തു, എന്നിട്ട് സമരം വിജയിച്ചോ? ഇല്ല. നിങ്ങള് പിന്നെ ഞങ്ങൾ KV ഗണേഷ് കുമാറിനെതിരെ സമരം ചെയ്തു, എന്നിട്ട് അല്ല അതും വിജയിച്ചില്ല. ഇങ്ങനെ ഓരോ സമരങ്ങൾ എടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ പോലീസ് അട്രോസിറ്റിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തു, എന്നിട്ട് പിരിച്ചു വിട്ടോ? ഇല്ല. അപ്പൊ എല്ലാ സമരങ്ങളും ഇവർ നടത്തി. ഞങ്ങൾ ഇത്ര സമരം അവർക്ക് വാർഷിക റിപ്പോർട്ട് വെക്കുന്ന കൂട്ടത്തിൽ എഴുതി വെക്കാൻ വേണ്ടി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. വാർഷിക റിപ്പോർട്ട് ഞങ്ങൾ ഇന്ന അവിടെ സമരം നടത്തി, ഇവിടെ സമരം നടത്തി, ഇന്നതിന് പണം പിരിച്ചു, അല്ലേ? ഇതിന് നാണമില്ലേ? ഇവർ വയനാടിന് വേണ്ടി പിരിച്ച പൈസ എവിടെ? പറയട്ടെ അവര്. ഇവരെല്ലാം രാജിവെച്ച് പിന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടേണ്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടേണ്ട അവസ്ഥയാ. യൂത്ത് കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചത്. ഇവര് പറ്റിക്കുകയും വെട്ടിക്കുകയും കക്കുകയും നക്കുകയും മുക്കുക അല്ലാതെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ? എന്നിട്ട് ഇപ്പോ KB ഗണേഷ് കുമാറിനെ അങ്ങ് സമരം വിളിക്കുക. എന്ത് കാര്യത്തിന്? ഇത് സ്വന്തം പാർട്ടിയിൽ ഇതിനെക്കാട്ടി വലിയൊരു അഴുക്ക് കിടക്കുക, ഏറ്റവും വലിയ മാലിന്യം സ്വന്തം പാർട്ടിക്കകത്ത് കിടക്കുക. അതിനെടുത്ത് തല ചുമന്ന് വെച്ചുകൊണ്ട് നടന്നിട്ടാണ് ഇവർ ഈ പറയുന്ന സ്വന്തം തലയിലെ കണ്ണിലെ കരടെടുക്കും, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്. സ്വന്തം കണ്ണിലെ കരടെടുത്തിട്ട് വേണം മറ്റുള്ളവന്റെ അങ്ങനത്തെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന പാർട്ടിയാകും യൂത്ത് കോൺഗ്രസ്. എന്നിട്ട് ഇപ്പൊ സമരത്തിന് പോവാ. ഇത് വേറൊന്നുമല്ല, വാർഷിക റിപ്പോർട്ട് എഴുതി വെക്കാനാ. ഇവര് വിചാരിച്ച കേരളം നിന്നങ്ങ് കത്തുവന്ന് ഇവര് വിചാരിക്കുന്നത്. ഈ മണ്ടത്തരത്തിനൊക്കെ കേരളം നിന്ന് കത്ത്. സത്യം പറഞ്ഞ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം കാണുമ്പോൾ നമുക്ക് കഷ്ടം. ഗണേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ഗണേഷ് കുമാർ പറഞ്ഞു ഞാൻ രാജിയെ കുറിച്ച് ആലോചിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. തന്റെ അടുത്തോടെ മറുപടി പറഞ്ഞു. ഇനി ഇവരെന്ത് ചെയ്യാനാ? പോയി സമരം ചെയ്യട്ടെ. സമരം ചെയ്ത് രസം എന്തെന്നറിയാം, ആരും മൈൻഡ് ചെയ്യുന്നില്ല.
അതെ. പറയുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഗണേഷ് കുമാർ ആയിട്ട് ഈ പറയുന്ന പോലെ ഇവർ എത്ര കടന്ന് കുറച്ചെന്ന് പറഞ്ഞാലും ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇതിനെയൊക്കെ മൈൻഡ് ചെയ്തിട്ട് എന്തോ കാര്യമോ, ഒരു പ്രയോജനം ഇല്ല. ഇവര് കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഇത് വന്ന സമയത്ത് കാളയും കൊണ്ടങ്ങാണ്ട് ഇയാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന്, കന്റോൺമെന്റ് ഹൗസിലേക്ക്, നമ്മുടെ പിന്നെ സതീശന്റെ. അപ്പൊ കന്റോൺമെന്റ് ഹൗസിലേക്ക് കയറി ചെന്ന് അന്ന് വലിയ വായിലെ സതീശൻ പറഞ്ഞ, ഞങ്ങള് കാളയും കൊണ്ട് തിരിച്ചു വരും, കാളെ കൊടുക്കണ്ട, വിൽക്കണ്ട, അവിടെ ഇട്ടേക്കാൻ. BJP-ക്കാർ എന്നപ്പോ അവരോട് പറഞ്ഞു. എന്നിട്ട് അവരുടെ BJP ഹൗസിൽ കാളയും കൊണ്ടുപോയി ഇല്ല. ഒരു ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണിച്ച CPM, എന്നിട്ട് വല്ലതും നടന്നത് അവിടെ? ഒന്നും നടന്നില്ലല്ലോ. അത്രയുള്ള കാര്യം. ഇതെല്ലാം വെറുതെ ഈ ജനങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ പ്രഹസനങ്ങൾ. ഏതെങ്കിലും മൂന്നാളെണ്ണം തല്ലുകൊണ്ട് വീഴുമ്പോൾ ഇവന്മാരുടെ പേര് പിരിവെടുത്ത് പുട്ടടിക്കുക. അതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസുകാരുടെ ലക്ഷ്യം. അത് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാണ് ഇവരുടെ പേര് പണം പിരിക്കുക, പുട്ടടിക്കുക. അതല്ല, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ സമരം നടത്തുന്നത് ഗണേഷ് കുമാറിന്റെ രോമത്തെ തൊടാൻ ഇവരെ കൊണ്ട് സാധിക്കും? ഒന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല.